ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 12-ാം തീയതി. ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യകയുടെ സംസ്കാര ശുശ്രൂഷയും സ്വർഗാരോപണവുമാണ് ധ്യാനിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് പാരമ്പര്യമായിട്ട് നമ്മൾ കരേറ്റ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 3 ദിവസത്തെ പ്രാർത്ഥനയും ഇന്ന് തുടങ്ങും. പരിശുദ്ധ മറിയത്തിൻ്റെ മരണശേഷം അപ്പസ്തോലരും ശിഷ്യഗണവും സഭാവിശ്വാസികളും ദുഃഖഭാരത്താൽ തകർന്നു പോകാതിരിക്കാൻ അവർക്ക് സാന്ത്വനം നൽകുകയും പുതിയ അനുഭവങ്ങളിലേക്ക് അവരെ നയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അവരുടെ സങ്കടം അവരേറെ ഭാരപ്പെടുത്തിയിരുന്നു. ഈ ജീവിതത്തിൽ തങ്ങൾക്ക് വന്നുഭവിച്ച നഷ്ടം നികത്താനാവാത്തതാണ് എന്നുള്ള ചിന്ത അവരെ കൂടുതൽ ക്ലേശിപ്പിച്ചു. ഇതുപോലെയൊരു അമൂല്യനിധിയുടെ നഷ്ടം എങ്ങനെയാണ് പരിഹരിക്കുക? അമ്മയുടെ വ്യാപാരങ്ങളും സ്നേഹ സൗഹൃദവും ഭാഷണവുമെല്ലാം അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹൃദ്യമായ അനുഭവമായിരുന്നു. അപ്രകാരമുള്ള ഒരാളുടെ സംരക്ഷണവും സഹവർത്തിത്വവും പെട്ടെന്ന് നഷ്ടമായപ്പോൾ ആ നഷ്ടം അവർക്ക് ജീവശ്വാസം നിന്നു പോയതുപോലുള്ള അനുഭവമാണ് സമ്മാനിച്ചത്. എന്നാൽ അവരുടെ സങ്കട കാരണം കൃത്യമായി മനസ്സിലാക്കിയ ദൈവം രഹസ്യമായി അവർക്ക് സാന്ത്വനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു. അതിൻ പ്രകാരം അവർ മറിയത്തിൻ്റെ വിശുദ്ധ ശരീരം ഉചിതമായ രീതിയിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ട ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോയി. ദുഃഖം സഹിക്കാൻ കഴിയാതാവുമ്പോൾ ദൈവം ഇടപെടുമെന്ന്. പരിശുദ്ധ അപ്പസ്തോലന്മാരിൽ ചിലർ ഈ ദൗത്യം ഏറ്റെടുത്തു. അതനുസരിച്ച് അവർ ഒരുമിച്ച് കൂടി അവരുടെ രാജ്ഞിയുടെ ദിവ്യശരീരം യോഗ്യമാവണ്ണം സംസ്കരിക്കുന്നതിനുള്ള ആലോചനകളൊക്കെ നടത്തി. ഈ ആവശ്യത്തിനായിട്ട് അത്ഭുതകരമായ രീതിയിൽ ദൈവപുത്രൻ തന്നെ തയ്യാറാക്കിയ ഒരു പുതിയ കബറിടം അവർ കണ്ടെത്തി. യഹൂദരുടെ കീഴ്വഴക്കം അനുസരിച്ച് അവർ കർത്താവിൻ്റെ ദിവ്യശരീരം മരണശേഷം സുഗന്ധദ്രവ്യങ്ങളും തൈലങ്ങളും പൂശി വിശുദ്ധ കച്ചയിൽ പൊതിഞ്ഞ് കല്ലറയിലേക്ക് സംവഹിച്ച കാര്യം ഓർത്തു. പരിശുദ്ധ അമ്മയുടെ കന്യാശരീരവും അതുപോലെയല്ലാതെ മറ്റൊരു തരത്തിൽ സംസ്കരിക്കുക എന്ന കാര്യം അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. അതിന് പ്രകാരം അവർ പരിശുദ്ധ രാജ്ഞിയുടെ സഹായികളായിരുന്ന 2 കന്യകമാരെ വിളിച്ചു. ഇവർ 2 പേരെയുമായിരുന്നു പരിശുദ്ധ അമ്മ തൻ്റെ മേൽവസ്ത്രങ്ങളുടെ അവകാശിനികളായി നിശ്ചയിച്ചത്. പരിശുദ്ധ രാജ്ഞിയുടെ തിരുശരീരം ഏറ്റവും ഭവ്യതയോടും ഭക്തിയോടും കൂടി സുഗന്ധാഭിഷേകം ചെയ്ത് കച്ചയിൽ ഭദ്രമായി പൊതിഞ്ഞ് ശവപ്പെട്ടിയിൽ വയ്ക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് അതീവ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആ കന്യകമാർ 2 പേരും പരിശുദ്ധ മാതാവിൻ്റെ തിളക്കമാർന്ന ശരീരം മഞ്ചത്തിൽ വിശ്രമിക്കുന്ന അറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. എന്നാൽ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശവീചികൾ കണ്ണുകളെ അന്ധമാക്കിയതുമൂലം ആ ശരീരം നേരിട്ട് കാണുന്നതിനോ സ്പർശിക്കുന്നതിനോ അവർക്ക് സാധിച്ചില്ല. അത് എവിടെയാണ് കുടികൊള്ളുന്നതെന്ന് പോലും അവർക്ക് നിശ്ചയിക്കാൻ പറ്റിയില്ല. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ ശരീരം അപ്പോൾ ആരും പിന്നീട് വൃത്തിയാക്കാനോ സുഗന്ധതൈലം പൂശാനോ ഒന്നും ആർക്കും പറ്റിയിട്ടില്ല. അത് ദൈവം ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയൊരു പ്രകാശം അവിടെ നിറഞ്ഞു നിന്നു. അവർക്ക് കണ്ണ് കണ്ടില്ല എന്നാണ് പറയുന്നത്. പ്രവേശിച്ച വേളയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭയഭക്തിയോടെ അവർ പുറത്തേക്ക് വന്നു. വലിയ ആവേശത്തോടെ അവർ സ്ത്രീഹന്മാരുടെ തങ്ങൾക്കുണ്ടായ അനുഭവം വിവരിച്ചു. ഇത് കേട്ട അപ്പസ്തോലന്മാർ ഒരു കാര്യം ഉറപ്പിച്ചു. അത് ദൈവം അവരിൽ നിക്ഷേപിച്ച ജ്ഞാനമായിരുന്നു. അതായത് മാതാവാകുന്ന ഈ പുതിയ വാഗ്ദത്ത പേടകം സാധാരണ രീതിയിൽ സ്പർശിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യേണ്ടതല്ല എന്ന സത്യം അവരറിഞ്ഞു. തുടർന്ന് വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും പ്രാർത്ഥനാ സങ്കേതത്തിനുള്ളിൽ പ്രവേശിച്ച് ആ പ്രഭ കണ്ടു. അതേസമയം തന്നെ അവർ മാലാഖമാർ പാടിയ സ്വർഗീയ സംഗീതം ശ്രവിക്കുകയും ചെയ്തു. ആ മാലാഖമാർ പാടിയത് ഇപ്രകാരമായിരുന്നു: നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി, കർത്താവ് നിന്നോട് കൂടെ. ഒരു വിഭാഗം ഇപ്രകാരം പാടിയപ്പോൾ മറുവിഭാഗം മറുപടിയായി പാടി: ശിശുവിന് ജന്മം നൽകും മുൻപേ കന്യക, പ്രസവ സമയത്തും അവൾ കന്യക, ശിശുവിന് ജന്മം നൽകിക്കഴിഞ്ഞും അവൾ കന്യക തന്നെ. ഇങ്ങനെയാണ് അവർ പാടിക്കൊണ്ടിരുന്നത്.
അന്നു തുടങ്ങി പിന്നീട് വന്ന കാലങ്ങളിലെല്ലാം വിശ്വാസികൾ പരിശുദ്ധ മറിയത്തെ മേൽപ്പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാണ് വാഴ്ത്തി പുകഴ്ത്തിയിരുന്നത്. അവരിൽ നിന്നും പൈതൃകമായി നമുക്ക് ആ വചനം ലഭിക്കുകയും പരിശുദ്ധ സഭ അതിനെ അംഗീകരിച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ സ്ലീഹന്മാരായ പത്രോസും യോഹന്നാനും തങ്ങൾ അപ്പോൾ കേട്ട മഹാരാജ്ഞിയുടെ പുകഴ്ചകളിൽ അമഗ്നരായി ഏറെ സമയം ബഹുമാനാദരവുകളോടെ നിലകൊണ്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കർത്താവിൻ്റെ സന്ദേശത്തിനായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ ഒരു സ്വരം കേട്ടു, ആ പരിശുദ്ധ ശരീരം വസ്ത്രങ്ങൾ നീക്കാതെയും സ്പർശിക്കാതെയും ഇരിക്കട്ടെ. അപ്പോഴേക്കും ശരീരം പ്രസരിപ്പിച്ചിരുന്ന പ്രകാശം കാഴ്ച മറയ്ക്കത്തക്ക വിധം മങ്ങി തുടങ്ങിയിരുന്നു. ദൈവസന്ദേശം ലഭിച്ച ഉടനെ അവർ ഒരു ശവമഞ്ചം കൊണ്ടുവന്ന് അവർ അമ്മ കിടന്ന മഞ്ചത്തെ ഭക്ത്യാദരപൂർവ്വം സമീപിച്ച് അവരുടെ കൈകളാൽ വസ്ത്രത്തിൻ്റെ അറ്റങ്ങൾ പിടിച്ചുയർത്തി ആ നിലയിൽ പരിശുദ്ധമായ കന്യകാമേരിയെ എപ്രകാരമാണോ മഞ്ചലിൽ കിടന്നത് അതേപോലെ തന്നെ മഞ്ചലിൽ കിടത്തി. അവർക്കിത് ചെയ്യുന്നത് ഏറെ എളുപ്പമായിരുന്നു. എന്തെന്നാൽ തിരുശരീരം ഭാരരഹിതമായിരുന്നു. വസ്ത്രത്തിൻ്റെ ലഘുഭാരം മാത്രമേ അനുഭവപ്പെട്ടിട്ടുള്ളൂ. മഞ്ചലിൽ ശയിച്ച ശരീരത്തിൻ്റെ പ്രഭാവലയം അല്പം കുറഞ്ഞിരുന്നു. അതിനാൽ അവിടെ കൂടിയിരുന്നവർക്കെല്ലാം ആ ശരീരം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ആ ദർശനം അവർക്ക് വലിയ സമാശ്വാസം പകർന്നു. എന്തെന്നാൽ അപ്പോൾ ദിവ്യരാജ്ഞിയുടെ ശോഭയാർന്ന മുഖവും സുന്ദരമായ 2 കരങ്ങളും കാണുന്നത് ആനന്ദകരമായ അനുഭവമായിരുന്നു. സർവശക്തനായ ദൈവം തൻ്റെ പ്രത്യേക കൃപയാൽ സ്വർഗത്തിൻ്റെ വാസഗേഹമാകുന്ന ആ തിരുമേനിയുടെ മുഖവും കരങ്ങളുമല്ലാതെ യാതൊന്നും ലോകദൃഷ്ടിയിൽ കാണാൻ അനുവദിച്ചില്ല. വരാനിരിക്കുന്ന കാലത്ത് ലോകമെങ്ങും മനുഷ്യർ ദർശിച്ച് തിരിച്ചറിയുകയും വണങ്ങുകയും ചെയ്യുന്ന ദീപ്തിയാർന്ന വദനം, അവൾ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കായി വേല ചെയ്ത സുന്ദര കരങ്ങൾ, ഇവയല്ലാതെ മറ്റൊന്നും ബാഹ്യലോകത്തിന് ഗോചരമാകുകയില്ല. സ്വശരീരത്തെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ കർത്താവ് വ്യഗ്രത കാട്ടിയിട്ടില്ല. എന്നാൽ തൻ്റെ മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ കാര്യത്തിൽ അവിടുന്ന് ഏറ്റവും വ്യഗ്രത കാണിച്ചു. അവളുടെ അമലോത്ഭവ വേളയിൽ അവിടുന്ന് അവളെ തൻ്റെ ഛായയിൽ ഉരുവാക്കി. അപ്രകാരം തന്നെ ജനനത്തിനും മറ്റെല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ എന്ന പോലെ അവളെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും സംരക്ഷിച്ചു. സത്യത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ ഈ ലോക ജീവിതകാലത്ത് തന്നെ മരണശേഷം തൻ്റെ ശരീരം ആരും ദർശിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം നടപ്പാക്കപ്പെടുകയും ചെയ്തു. സ്ലീഹന്മാർ തുടർന്ന് അവളുടെ ശരീരം മറവ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടത്തി. അവരുടെ തീരുമാനം ജെറൂസലേമിലെ വിശ്വാസി സമൂഹം അറിഞ്ഞു. അവർ മെഴുകുതിരികൾ കത്തിച്ച് ശവമഞ്ചത്തിന് ചുറ്റും സ്ഥാപിച്ചു. ആ മെഴുകുതിരികളെല്ലാം അപ്പോൾ തുടങ്ങി 3 ദിവസങ്ങൾ ഉരുകിത്തീരുകയോ അണഞ്ഞു പോവുകയോ ഏതെങ്കിലും തരത്തിൽ രൂപമാറ്റം വരികയോ ചെയ്യാതെ എരിഞ്ഞു നിന്നു. മേൽപ്പറഞ്ഞത് കൂടാതെ മറ്റനേകം അത്ഭുതങ്ങളും ആ സമയത്ത് അവിടെ നടന്നു. അവയൊക്കെയും ലോകത്ത് അറിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി മേൽപ്പറഞ്ഞ കാഴ്ച കാണാൻ താല്പര്യമില്ലാഞ്ഞിട്ടുകൂടി ജെറൂസലേമിലെ ജനങ്ങളെയെല്ലാം അവിടെ എത്താൻ ദൈവം പ്രചോദിപ്പിച്ചു. ആ ദിവ്യ ശരീരം അപ്പസ്തോലന്മാർ ഒന്നു ചേർന്ന് അവരുടെ തോളുകളിൽ വഹിച്ചു. ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ നിറകുടമായ അനുഗ്രഹങ്ങളുടെ കേന്ദ്രമായ കന്യകയെ പുതിയ നിയമത്തിൻ്റെ പുരോഹിതർ ആദരവോടെ ഊട്ടുശാല മന്ദിരത്തിൽ നിന്നും വഹിച്ച് ജെറൂസലേമിലെ പുരുഷാരങ്ങളുടെ കൺമുമ്പിൽ കൂടെ നഗരത്തിന് പുറത്തുള്ള ജോസഫാത്തിൻ്റെ താഴ്വരയിലേക്ക് യാത്രയായി. ഒരേ സമയം സ്വർഗീയവും ലൗകികവുമായ അകമ്പടിക്കാരാൽ അനുധാവനം ചെയ്യപ്പെട്ട് സ്ലീഹന്മാർ ആ വിശുദ്ധ മേനിയെ വഹിച്ചുകൊണ്ട് അന്തിമ വിശ്രമവേദിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ വലിയ അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചത് വിസ്താര ഭയത്താൽ വിട്ടുകളയുകയാണ്.
വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. പക്ഷേ അത് അഗ്രതയിൽ മരിയ വിട്ടുകളയുകയാണെന്ന്. വഴിയരികിൽ നിന്ന സകല രോഗികളും പൂർണ്ണ സൗഖ്യം നേടി. പിശാചുബാധിതർ മോചിതരാക്കപ്പെട്ടു. യഹൂദരും പുറജാതിക്കാരുമായ അനേകർ പൊടുന്നനെ മാനസാന്തരപ്പെട്ടു. എന്തെന്നാൽ ഈ സമയത്ത് ദൈവത്തിൻ്റെ കരുണയുടെ ഭണ്ഡാകാരം തുറക്കപ്പെട്ടു. അവർ അവിടുത്തെ അറിഞ്ഞ് നമ്മുടെ രക്ഷകനെ സത്യദൈവവും പരിത്രാണകനുമായി ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ചു. തുടർന്ന് വന്ന ദിവസങ്ങളിൽ അപ്പസ്തോലരും ശിഷ്യരും വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു. എന്തെന്നാൽ ആ ദിനത്തിൽ വിശ്വാസം സ്വീകരിച്ച അനേകായിരങ്ങൾക്ക് മതബോധനം നൽകുകയും അവർക്ക് മാമോദീസ കൊടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു. സ്ലീഹന്മാർ ആ തിരുശരീരം വഹിച്ചു കൊണ്ടുപോകവേ അവരുടെ ഉള്ളിൽ സ്വർഗീയ പ്രകാശത്തിൻ്റെ സാന്ത്വനം വഴിഞ്ഞൊഴുകിയ അനുഭവം ലഭ്യമായി. ആ ജനസഞ്ചയം മുഴുവൻ അവിടെ എങ്ങും പരന്ന സ്വർഗീയ സുഗന്ധം ആസ്വദിച്ചും അലൗകിക സംഗീതം ശ്രവിച്ചും അത്ഭുതങ്ങൾ കണ്ടും വിസ്മയഭരിതരായി തീർന്നു. അവർ ദൈവമഹത്വം പ്രഘോഷിച്ചു. ഈ സൃഷ്ടിയിൽ പ്രതിഫലിച്ച ദൈവമഹത്വം എത്ര ശക്തമാണ് എന്നവർ ഏറ്റുപറഞ്ഞു. തങ്ങളുടെ പാപങ്ങളെ പ്രതി പശ്ചാത്തപിച്ച് കഠിന ദുഃഖത്താൽ മാറത്തടിച്ചു കരഞ്ഞു. ആ സംസ്കാരയാത്ര ജോസഫാത്തിൻ്റെ താഴ്വരയിൽ ഖബറിടത്തിലെത്തി. അപ്പോൾ സ്ലീഹന്മാരായ പത്രോസും യോഹന്നാനും അമ്മയെ മരണവേളയിൽ മഞ്ചലിൽ കിടത്തിയതുപോലെ അവിടെ നിന്നും എടുത്ത് ഖബറിടത്തിനുള്ളിൽ വെച്ചു. അവർ തന്നെ വക്കുശീല കൊണ്ട് ദേഹത്തെ പുതപ്പിച്ചു. അവസാന കർമ്മങ്ങൾ ചെയ്തത് മാലാഖമാരുടെ കരങ്ങളായിരുന്നു. അവർ മറ്റു കബറടക്കങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ കല്ലറവാതിലിൽ ഒരു വലിയ കല്ലുരുട്ടി മറച്ചു. അതിനുശേഷം സ്വർഗദൂതർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി. ആ സമയം രാജ്ഞിയുടെ പാറാവുകാരായ 1000 മാലാഖമാർ അവിടെ തന്നെ നിലയുറപ്പിച്ചു. അവർ സംഗീതധാര പൊഴിക്കുകയും കാവൽ തുടരുകയും ചെയ്തു. വൈകാതെ ആൾക്കൂട്ടം പിരിഞ്ഞു പോകാൻ തുടങ്ങി. വിശുദ്ധ സ്ലീഹന്മാരും മറ്റു ശിഷ്യരും ദുഃഖാർത്തരായി ഊട്ടുശാലയിലേക്ക് മടങ്ങി. 1 വർഷം മുഴുവൻ ഊട്ടുശാലയിൽ പരിശുദ്ധ രാജ്ഞിയുടെ ശരീരം പ്രസരിപ്പിച്ച സുഗന്ധം തങ്ങി നിന്നു. അവരുടെ പ്രാർത്ഥനാ സങ്കേതത്തിൻ്റെ ഉള്ളിൽ അത് അനേക വർഷങ്ങൾ ഉണ്ടായിരുന്നത്രേ. ഈ സങ്കേതം ജീവിതഭാരം പേറുന്നവർക്കും കഷ്ടപ്പാടിൻ്റെ നെരിപ്പോടിൽ എരിയുന്നവർക്കും ആശ്വാസത്തിൻ്റെ കേന്ദ്രമായിരുന്നു. മാറാരോഗികൾ സുഖപ്പെട്ടു. കുറേ വർഷങ്ങൾ ഇപ്രകാരമുള്ള അത്ഭുതങ്ങളാൽ ജെറൂസലേം അനുഗ്രഹീതമായി. എന്നാൽ ജെറൂസലേമിൻ്റെയും അവിടുത്തെ നിവാസികളുടെയും പാപങ്ങൾ നഗരത്തിൻ്റെ മേൽ പതിച്ചു. അളവറ്റ അനുഗ്രഹങ്ങൾ ഈ നഗരത്തിന് നഷ്ടമായി. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ശവസംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. പരിശുദ്ധ അമ്മ ദൈവമാതാവാണ് എന്ന് ഉള്ളതിനും അവളെ ദൈവം എത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിനും അന്ന് പിന്നെ വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ടായിരുന്നു. കാരണം ആ മരണസമയത്ത് ജെറൂസലേമിൽ നടന്ന അത്ഭുതകരമായ കാര്യങ്ങൾ തന്നെ ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൈവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഗോവണിയാണ് എന്ന് പറയാൻ ഞാനടക്കമുള്ള പലരും ധൈര്യപ്പെടുന്നത്. അമ്മ എന്തുമാത്രം ശക്തിയുള്ളവളാണ്, അമ്മയ്ക്ക് എന്തുമാത്രം ശക്തി അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് ആരെയും നിർബന്ധിച്ച് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം 2000 വർഷങ്ങൾക്കൊക്കെ മുൻപ് അന്നത്തെ കാലത്ത് ജനങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ് ഈ അത്ഭുത പ്രതിഭാസങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ശവസംസ്കാരം നിങ്ങൾ ധ്യാനിച്ചു വായിക്കണം കേട്ടോ, ധ്യാനിച്ചു വായിക്കണം. 1000 മാലാഖമാരാണ് എപ്പോഴും കാവലുള്ളത് ആൾക്ക്. നമുക്കൊക്കെ ഒരു കാവൽ മാലാഖിനെ ദൈവം തന്നപ്പോൾ തൻ്റെ പുത്രിക്ക് 1000 കാവൽ മാലാഖമാരെ കൊടുത്തിട്ടുണ്ട്. മാലാഖമാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയുടെ ശരീരം
കൊണ്ടുപോകുന്ന രീതി നിങ്ങൾ കേട്ടുവല്ലോ. അമ്മയുടെ ശരീരം ആർക്കും തൊടാനുള്ള അനുവാദമില്ല. കാരണം അത് ദൈവത്തിൻ്റെ അമ്മയാ. മരിക്കുന്നതിന് മുൻപേ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മ. പ്രിയ സഹോദരങ്ങളെ, ഈ സ്വർഗാരോപണ ദിവസത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നമുക്ക് അമ്മയുടെ മരണവും അമ്മയുടെ ശരീരത്തിൻ്റെ മറവ് ചെയ്യലും നമുക്ക് ധ്യാനിക്കാം. ഇത് ദൈവത്തിൻ്റെ അമ്മയാണ് കേട്ടോ. എല്ലാം സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും അധിപനായ പിതാവിൻ്റെ പുത്രിയാണ് കേട്ടോ. ഇവളെയല്ലാതെ പിന്നെ മറ്റാരെയാണ് നമ്മൾ മധ്യസ്ഥത്തിനായിട്ട് വിളിക്കേണ്ടത്? ദൈവത്തിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിലുള്ള ഏക മധ്യസ്ഥൻ യേശുവാണ് കേട്ടോ. യേശുവിലേക്കുള്ള ഏക മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. അമ്മയിലേക്ക് നമ്മെ വിശുദ്ധന്മാരും മറ്റെല്ലാവരും കൊണ്ടുപോകും. അമ്മയാണ് യേശുവിൻ്റെ അടുത്തുള്ള ഏക മധ്യസ്ഥ. അമ്മ കൊണ്ടുവരുന്ന കാഴ്ചകളെ യേശു തിരിഞ്ഞു നോക്കുകയുള്ളൂ. കാരണം അമ്മ മാത്രമാണ് ഇതുപോലെ ദൈവേഷ്ടപ്രകാരം ജീവിച്ചിട്ടുള്ളത്. നമുക്ക് ധ്യാനിക്കാം നമ്മുടെ പൊന്നമ്മ. വെള്ളി നിലാവിൻ്റെ വെള്ളിത്തിരയിൽ ഇപ്പോഴും മിന്നിത്തിളങ്ങുന്ന പരിശുദ്ധ അമ്മ. എന്തിനാണ് അമ്മ ഇങ്ങനെ വാനമേഘങ്ങളിൽ എപ്പോഴും വരുന്നത്? മനുഷ്യ മക്കളെ പിതാവിൻ്റെ അടുത്തേക്ക് ആനയിക്കാൻ, അവർ ചെയ്തു പോയ പാപങ്ങൾ ഓർമ്മപ്പെടുത്താൻ, ഇനി വരാൻ പോകുന്ന പാപങ്ങൾ ഓർമ്മപ്പെടുത്താൻ, എന്നിട്ട് അതിൽ നിന്ന് ഓടി അകല് മക്കളെ എന്ന് പറയാൻ നമ്മുടെ അമ്മ എപ്പോഴും വാനമേഘങ്ങളിൽ വരുന്നുണ്ട്. പലപ്പോഴും അമ്മ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്മ ഓരോ പ്രവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കേട്ട് അതിലമ്മ പറയുന്നതെല്ലാം അനുസരിച്ച് നമ്മുടെ ജീവിതം നമുക്ക് ക്രമപ്പെടുത്താം. പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇസ്രായേലിൻ അഴകാം മറിയം, സ്വർഗീയ കാഞ്ചന താരം, പ്രപഞ്ചശില്പി കനിഞ്ഞു കടഞ്ഞൊരു ഭുവന മനോഹര ശില്പം. ഹെർമോൺ മലയിലെ മഞ്ഞോ, ലെബനോ താരകിയോ മഴവില്ലോ, മുള്ളിൽ നിരയിലെ ലില്ലി മലരോ മഴുമതിയോ മണിമുത്തോ, ശാരോൺ പനിനീർ പൂവിന്നിതളുകൾ വിരിഞ്ഞു കാന്തി പൊഴിക്കാൻ, യുഗങ്ങളനവധി കാത്തു കഴിഞ്ഞു നിറഞ്ഞ മോഹവുമായി, അടഞ്ഞ വാതിൽ തുറക്കാൻ കണ്ണികൾ അകന്നതാകെ വിളക്കാൻ, മനുഷ്യപുത്രനു ജന്മം നൽകാൻ പിറന്ന കന്യാരത്നം. ഇസ്രായേലിൻ അഴകാം മറിയം, സ്വർഗീയ കാഞ്ചന താരം, പ്രപഞ്ചശില്പി കനിഞ്ഞു കടഞ്ഞൊരു ഭുവന മനോഹര ശില്പം. ഹെർമോൺ മലയിലെ മഞ്ഞോ, ലെബനോ താരകിയോ മഴവില്ലോ, മുള്ളിന്നിരയിലെ ലില്ലി മലരോ മഴുമതിയോ മണിമുത്തോ.